ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൺപ്ലസിന്റെ ഫോണുകളെ കുറിച്ചാണ്. വൺപ്ലസ് 3 ഫോണുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. OnePlus 9 Pro 5G, OnePlus 9 5G, അതേപോലെ തന്നെ OnePlus 9R. നമ്മൾ പറഞ്ഞത് വൺപ്ലസിന്റെ ഒരു 9 ലൈറ്റ് വേർഷൻ ഇറങ്ങുമെന്ന്. ലൈറ്റ് എന്നൊന്നുമല്ല, 9R എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടിയ വേരിയന്റിന്റെ പ്രൈസ് തന്നെ 60,000-70,000 രൂപ റേഞ്ചിലാണ്. 50,000-ലാണ് 9 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 9R വന്നാലും 40,000 രൂപ റേഞ്ചിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു വില കുറവ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ OnePlus എന്ന് പറയുമ്പോൾ 30,000 രൂപ റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണ്. ഇവിടെ 40,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോണിന്റെയൊക്കെ വില, ഏറ്റവും കുറഞ്ഞ വേരിയന്റിന്റെ ഈ 9R വില സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ജസ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. എന്തൊക്കെയാണ് ഈ ഫോണുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് OnePlus 9 Pro 5G എന്ന് പറയുന്ന ഫോണാണെങ്കിൽ ഒരു ഫുള്ളി പാക്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ. അവിടെ യാതൊന്നും വ്യത്യസ്തമായിട്ട് പറയാനില്ല. ഫുള്ളി പാക്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. IP68 വാർഡസിൻ സംവിധാനം അടങ്ങുന്ന ഒരു ഫുൾ സെറ്റപ്പാണ് ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടി നല്ല സ്റ്റൈലിഷ് ആയ ഡിസൈനിൽ കർവ്ഡ് ഡിസ്പ്ലേ, ക്വാഡ് HD ഡിസ്പ്ലേ, 120 Hz റീഫ്രഷ് റേറ്റ്. സോ ഒരു അടിപൊളി ബ്രൈറ്റ് ആയ നല്ല കിടിലൻ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡിസൈനും സ്റ്റൈലും ഒക്കെ നമുക്ക് കാണാം. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഇതുപോലത്തെ ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. അതേ സെയിം സ്പെക്കിൽ തന്നെ ഒരുപാട് ഫോണുകൾ ഇനി വരുമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ടൈപ്പും 120 Hz റീഫ്രഷ് റേറ്റും അതുപോലെ ഡിസ്പ്ലേയും ഈ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഇനി വരാനുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 888, LPDDR5, UFS 3.1 സ്റ്റോറേജ്, ഇതൊക്കെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മിക്കവാറും ഇതുപോലത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഉള്ളത്. ഇവിടെയും അതൊക്കെ തന്നെയാണ് വരുന്നത്. ഡുവൽ നാനോ സിം ആണ്, ഓക്സിജൻ OS ആണ്, ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. സോ നാനോ സിം എന്ന് പറയുമ്പോൾ അതിൽ മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ വരുന്നില്ല. അത് പൊതുവേ OnePlus ഫോണുകളിൽ ഇപ്പോൾ കാണാറില്ല. സോ എന്തായാലും ഒരു നല്ല ഡീസന്റ് ആയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കാണുന്ന സെയിം പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റും OnePlusന്റെ ഈ ഒരു പുതിയ ഫോണിൽ വരുന്നുണ്ട്. ക്യാമറ ഹസിൽബ്ലാഡ് ലെൻസ് എന്നൊക്കെ പറയുന്ന ക്വാളിറ്റി കൂടുതൽ ആ ലെൻസിൽ വെക്കുമുണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. കണ്ടു നോക്കാം എത്രത്തോളം കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ ഒരു 2-3 വർഷം ഇവരുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉള്ള ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് ഈ OnePlus ഫോണുകളിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിന്റെ ക്യാമറ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ സോണി സെൻസറാണ്, 48 മെഗാ പിക്സലാണ്. 64 108 അതൊന്നും വെക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. 48 തന്നെ മതി, അത് തന്നെ സഫീഷ്യന്റ് ആണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതാണ് താനും. കാരണം ക്വാളിറ്റിയിലാണ് കാര്യം. കുറെ മെഗാ പിക്സൽ ഉണ്ടായതുകൊണ്ട് ഫോണിനകത്ത് വലിയ മാജിക് ഒന്നും സംഭവിക്കാനില്ല. എന്തായാലും ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കി തന്നെ മനസ്സിലാക്കണം. 50 മെഗാ പിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല കാര്യം. നല്ലൊരു ക്വാളിറ്റിയുള്ള വൈഡ് ആംഗിൾ ഇമേജുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഒരു മോണോ ലെൻസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ക്യാമറ സ്പെക്ക്. ഇതിന്റെ പവർ കപ്പാസിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 8K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K ആണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കാരണം 4K വരെ നിങ്ങൾക്ക് നല്ല കിട്ടു സ്ലോ മോഷനുകൾ എടുക്കാൻ സാധിക്കുമെന്ന് സാരം. അപ്പൊ എന്തായാലും 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് ഈ ഒരു വേരിയന്റിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ബാക്കിയുള്ള വേരിയന്റുകൾക്ക് ഈ ഒരു 120 ഫ്രെയിം പെർ സെക്കൻഡ് ഒന്നും വരുന്നില്ല. സോ എന്തായാലും നല്ലൊരു കിടിലൻ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല സെറ്റപ്പിലാണ് ഇതിന്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ്. ഫ്രണ്ടില് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, സോണി സെൻസർ തന്നെയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുള്ളത്, പല ഫോണുകളിലും ഫ്ലാഗ്ഷിപ്പ് ഫോൺ സാംസങ് ആപ്പിളൊക്കെ നോക്കിയാലും നമുക്ക് ഫ്രണ്ടിൽ 4K കിട്ടാറുണ്ട്. ഇവർ എത്തവണയും ഫ്രണ്ടിൽ ഒരു 4K വെച്ചിട്ടുള്ള ഈ റിയർ സൈഡിൽ 8K ഒക്കെ വെക്കുന്നതിന് പകരം ഫ്രണ്ടിൽ ഒരു 4K വെച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് ഫ്രണ്ടിൽ ഒരു 4K കിട്ടുകയാണെങ്കിൽ സെൽഫി ക്യാമറ ഒടിച്ചുകൊണ്ട് സുഖമായിട്ട് വ്ളോഗ് ചെയ്യാൻ നല്ല ഒരു ക്വാളിറ്റി കിട്ടിയ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും 4K വെക്കാത്തത്? എന്തെങ്കിലും ആവട്ടെ, OnePlusൽ 4K ഇല്ല, ഫുൾ HD ആണെങ്കിലും തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, നല്ലതാണ്. ഇത് മതിയാവുമെന്ന് വിചാരിക്കാം. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ബാറ്ററി ആണെങ്കിൽ 4500 mAh ആണ്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പൊ നല്ല ഫാസ്റ്റ് ആയ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് OnePlus 9 Pro 5G എന്ന ഫോണിന്റെ പ്രത്യേകതകൾ. 5G എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ സെപ്പറേറ്റ് എടുത്ത് പറയാണ്ടാണ്. സ്നാപ്ഡ്രാഗൺ 888 പ്രോസറുള്ള ഫോണാണ്, 5G ഡിവൈസ് തന്നെയാണ്. സോ ഓവറോൾ ഈ ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈനും നല്ല പെർഫോമൻസും നല്ല ക്യാമറയും നല്ല ബാറ്ററിയും നല്ല ഫീച്ചർ റിച്ച് ആയ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനങ്ങൾ, ഒരുവിധം എല്ലാ സംഭവങ്ങളും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വേണ്ടുന്ന IP68 റേറ്റിംഗ് അടക്കമുള്ള എല്ലാ സംഗതികളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഒരു പക്ക ഫ്ലാഗ്ഷിപ്പ് ഫോൺ. അതിന്റെ ഒപ്പം തന്നെ ഇതിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമാണ്. ഇനി ഇതിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ OnePlus 9 Pro 5Gയുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ
8 GB റാം 128 GB സ്റ്റോറേജിന് 65,000 രൂപയാണ് വരുന്നത്. 12 GB റാം 256 GB സ്റ്റോറേജിനാണെങ്കിൽ 70,000 രൂപയാണ് വരുന്നത്. സോ വൺ പ്ലസിന്റെ ഫോണുകൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് 30,000 40,000 രൂപ റേഞ്ചിൽ വില കൂടിയ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും കിട്ടുന്ന ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അത് തരും. അതാണ് വൺ പ്ലസ് എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ബട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ബട്ട് ഇപ്പോൾ വില കൂടി 65,000 70,000 രൂപ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. കുഴപ്പമില്ല. കാരണം കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം മറ്റു സാംസങ് ആപ്പിളൊക്കെ നോക്കി കഴിഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും വൺ പ്ലസ് അഫോർഡബിൾ ആയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇനി വൺ പ്ലസ് 9 പ്രോയുടെ ഇനി കുറഞ്ഞ വേരിയന്റിലേക്ക് വന്ന് വൺ പ്ലസ് 9 വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഒപ്പം തന്നെ ഇത് ഫുൾ HD ആണ്, ക്വാഡ് HD ഒന്നും വരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആണ്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 48 MP തന്നെയാണ് മെയിൻ ക്യാമറ, 50 MP തന്നെയാണ് വൈഡ് ആംഗിൾ ക്യാമറ, മോണോക്രോം സെൻസർ, 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഇതിനകത്ത് വരുന്നില്ല. 9 പ്രോയിൽ 8 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഉൾപ്പെടുന്നുണ്ട്. ഇനി 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്ന സംഗതി ഇതിനകത്ത് വരുന്നില്ല, അത് പ്രോയിൽ മാത്രമേ ഉള്ളൂ. വയർലെസ് ചാർജിങ് ഇതിനകത്ത് വരുന്നില്ല. IP68 വാട്ടർ സെൻസ് സംവിധാനം ഇതിനകത്ത് വരുന്നില്ല. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് അവര്. ഇത് കുറച്ചതിന് അവർ എടുത്തിരിക്കുന്ന പ്രൈസ് കുറവെന്ന് പറയുന്നത് 50,000 രൂപയ്ക്കാണ് ഇതിന്റെ 8 GB റാം 128 GB സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 GB റാം 256 GB സ്റ്റോറേജ് ആണെങ്കിൽ 55,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 55,000 രൂപയാണ്. സോ കുറച്ച് കാര്യങ്ങൾ അവർ കുറച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് പ്രൈസും കുറച്ചിട്ടുണ്ട്. 60,000 എന്നുള്ളത് ഇവിടെ 50,000-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസന്റ് ആയ ഒരു വൺ പ്ലസ് കർവ് ഡിസ്പ്ലേയും അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ, പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒഴിവാക്കിയിട്ടുള്ളൂ. ബട്ട് ആ 120 ഫ്രെയിം പെർ സെക്കൻഡ് 4K അതുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. പക്ഷെ അതും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ 4K എടുക്കാൻ സാധിക്കുള്ളൂ. സോ എങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫോൺ കുഴപ്പമില്ല. 50,000 രൂപയ്ക്ക് വൺ പ്ലസിന്റെ ഫോൺ എന്ന രീതിയിൽ നമുക്ക് കുഴപ്പമില്ല. ആൻഡ്രോയിഡ് 11 ഓക്സിജൻ OS ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഓവറോൾ വൺ പ്ലസ് 9 പ്രോയിൽ നിന്നും ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ വൺ പ്ലസ് 9 വരുമ്പോൾ. സോ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും ഇനി പറയുന്നില്ല. ഇനി ഇതിന്റെ 9R കുറഞ്ഞ വേരിയന്റ് എന്ന് പറയാൻ 40,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 40,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വൺ പ്ലസ് 9R വരുമ്പോൾ എന്താണ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 870 ആണ് ഇതിനകത്ത് പ്രൊസസ്സർ. അതായത് നമ്മൾ 20,000 രൂപ താഴെയൊക്കെ ലോഞ്ച് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന പോക്കോ F3 അല്ലെങ്കിൽ മോട്ടറോള എഡ്ജസ് പോലുള്ള ഫോണുകളിൽ കണ്ടിട്ടുള്ള ആ പ്രൊസസ്സറാണ് ഇവരിവിടെ 40,000 വൺ പ്ലസ് 9R വെച്ചിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓക്കെയാണോ? ഈ ഒരു 40,000 രൂപ ആ ഫോണുകളൊക്കെ അവിടെ 20,000 രൂപ താഴെ കിട്ടുമ്പോൾ ഇത് വന്നിട്ട് 40,000 രൂപയ്ക്ക് വൺ പ്ലസ് 9R സ്നാപ്ഡ്രാഗൺ 870 ഇറക്കുമ്പോൾ നിങ്ങൾ ഇത് വൺ പ്ലസിൽ നിന്ന് ഇതാണോ പ്രതീക്ഷിച്ചത്? അതോ ഇതിലും കുറഞ്ഞൊരു 30,000 രൂപ റേഞ്ചാണോ പ്രതീക്ഷിച്ചത്? എന്തായാലും വേണ്ട, 40,000 രൂപയ്ക്കാണ് സ്നാപ്ഡ്രാഗൺ 870 എന്ന 5G ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 4500 mAh ബാറ്ററി, 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, ഡിസ്പ്ലേ 6.55 ഇഞ്ച് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ നോക്കിയാൽ 48 മെഗാ പിക്സലാണ്. 16 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ ഇല്ല ഇവിടെ. 5 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു മോണോക്രോം സെൻസറും കൊടുത്തിട്ടുണ്ട്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് 60 ഫ്രെയിം പെർ സെക്കൻഡ് അതാണ് മാക്സിമം. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ തന്നെയാണ്. സോ ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ സ്പെക്ക് കേൾക്കുമ്പോൾ നമുക്ക് 20,000 30,000 റേഞ്ചിലൊക്കെ വരുന്ന ഷാമി ഫോണുകളൊക്കെ കാണുന്ന ഒരു സംഗതി തന്നെയാണ്. ബട്ട് ഇത് വൺ പ്ലസ് ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രൈസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണെങ്കിൽ എന്തായാലും ഇതിന്റെ പ്രൈസ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 8 GB റാം 128 GB സ്റ്റോറേജിന് 40,000 രൂപയാണ്. 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്നുണ്ട്, അതിന് 44,000 രൂപയാണ്. എന്തായാലും വൺ പ്ലസ് 9 പ്രോ 5G അതുപോലെ വൺ പ്ലസ് 9R തുടങ്ങിയ ഫോണുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിന്റെ ഡിഫറൻസുകളുമാണ് നമ്മളിവിടെ പറഞ്ഞത്, പ്രൈസുകളുമാണ്. അതിനൊപ്പം അവർ ഓഫർ കൂടി തരുന്നുണ്ട്. SBI കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SBI കാർഡിന്മേൽ വൺ പ്ലസ് 9Rന് 2,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വൺ പ്ലസ് 9 എന്ന ഫോണിനാണെങ്കിൽ ഒരു 3,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. 9 പ്രോ 5G ആ ഒരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് 4,000 രൂപയും ഡിസ്കൗണ്ട് കിട്ടും. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സംഗതി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് മാത്രം തീരുമാനിക്കുക. കാരണം പുതിയ ലെൻസും കാര്യമൊക്കെ വെച്ചിട്ട് കിട്ടില്ല ക്യാമറയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. പിന്നെ നമ്മുടെ യൂണിറ്റുകൾ, നമുക്കുള്ള റിവ്യൂ യൂണിറ്റുകൾ ഇപ്പോഴേക്ക് വന്നിട്ടില്ല. നമ്മളവരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പോഴേക്ക് വന്നിട്ടില്ല. അടുത്ത ഒരു ലോഞ്ച് മിക്കവാറും എന്തായാലും നമുക്ക് വൺ പ്ലസിന്റെ യൂണിറ്റുകൾ കിട്ടിത്തുടങ്ങും. സോ അപ്പോൾ നമുക്ക് ഓൺ ടൈമിന് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും തരാൻ വേണ്ടിയിട്ട്, ഫോൺ കാണിച്ചുകൊണ്ട് തന്നെ അപ്ഡേറ്റുകൾ തരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.